Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും പോട്ടിയും റെസിപ്പിയാണ്. അപ്പോൾ നല്ല വറുത്തരപ്പൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ ഒന്ന് കമന്റ് ഒക്കെ ചെയ്തേക്കുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിത് വാങ്ങിച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി അവർ ശരിയാക്കി വെച്ചാണ് പോട്ടിയാണ് കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാനൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നുറുക്കിയെടുക്കാൻ പോകണം. അപ്പോൾ ചെറുതായിട്ട് നുറുക്കാം കേട്ടോ, വലിയതാക്കാണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഞാനിത് വറുത്തരപ്പ് ഉണ്ടാക്കുന്നതുണ്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കി വറുത്തരപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ടോ ഉണ്ടോ, നല്ല ചെറിയ പീസുകളായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച വെള്ളത്തിൽ ഒന്നുകൂടി ഇട്ടൊന്ന് കഴുകണം. നമ്മൾ ഡേട്ട് നേരത്തെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം, നല്ലതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി തിളച്ച വെള്ളത്തിൽ കഴുകാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മഞ്ഞപ്പൊടിയും നമ്മുടെ മസാലപ്പൊടികളും എല്ലാം കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോകണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരല്പം വേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ വറുത്തയിലേക്ക്. പിന്നെ കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ ഫുൾ കറക്റ്റായിട്ടുള്ള റെസിപ്പി അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് എടുത്ത് വറുത്തരപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരല്പം സവാള, ഒരു അരമുറി സവാള ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഇടണ്ട. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഹാഫായാലും മതി. ഒരു വലിയ പച്ചമുളകിൻ്റെ ഹാഫായിട്ട് അരിഞ്ഞെടുത്തത്, ഒരല്പം വേപ്പില, പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി എല്ലാം കൂടി നമ്മൾ ഒരല്പം ഉപ്പിടണം. നമുക്ക് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വേവിക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു നുള്ളു വെളിച്ചെണ്ണ, ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ
ഇതൊന്ന് തിരുമാണ് അത് തന്നെ. ഇനി 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കണം. ഇതെല്ലാം കൂടി തിരുമ്മി കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഇത് കുക്ക് ചെയ്യാം.